നിസ്കാരം ഖളാ ആയി പോയ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നത് അവർക്ക് ഹറാമായിരിക്കും എന്ന് പറയുന്നത് അതിനർത്ഥം മനസ്സിലാക്കാണ്ട് പോവല്ലേ. ആ പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കാനുള്ള ളുഹറും അശറും മഗ്രിബും ഇശാവും പ്രായപൂർത്തിയായ ഇടം മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഫർള്, അത് ഖളാ ഉള്ള ആള് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്ക് സമയമുണ്ടോ, ആ സുന്നത്തിനെ ഫർളായിട്ട് ഖളാ വീട്ടുക. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഒരു സുബഹി ഞാൻ ഖളാ വീട്ടുന്നു. അല്ലാഹു അക്ബർ. ഇത് ഖളാ വീട്ടലാണ് ആവശ്യം, എന്തല്ല സുന്നത്ത് നിസ്കരിക്കലല്ല. ഇപ്പോൾ തറാവി നിസ്കരിക്കാൻ ഇമാമിൻ്റെ കൂടെ തറാവി നിസ്കരിക്കുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്നു. 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മിനിമം 10 സുബഹി ഖളാ വീട്ടാം. ആൾ നിസ്കരിക്കേണ്ടത് സുബഹി ഖളാ വീട്ടലാണ്, സുന്നത്തല്ല എന്ന് വിചാരിച്ച് എനിക്ക് നിസ്കാരം ഖളാ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സുന്നത്ത് ഹറാമാണ്, ഞാൻ വീട്ടിൽ പോവാണ്. അങ്ങനെയല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ, നിസ്കരിക്കാൻ സൗകര്യം തോന്നുന്നുണ്ടോ, ഫർള് ഖളാ വിട്ട് സുന്നത്തല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബാധ്യത അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ ബാധ്യതയില്ലാത്തതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന് ഇഷ്ടം ബാധ്യതകൾ നിറവേറ്റലാണ്. നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടലാണ് വേണ്ടത്. നോമ്പ് ഖളാ വിട്ടാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴൊക്കെ നോക്കുന്നുണ്ട്. ഒരു നിയ്യത്തങ്ങ് വെച്ചാൽ മതി, എൻ്റെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത് ഞാൻ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുകയാണ്. അത് ചെയ്യണം. നിർബന്ധമായതാണ് സുന്നത്തിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം. ക്ലിയർ ആയല്ലോ? ചിലരെന്ത് മനസ്സിലാക്കുന്നറിയോ? നിസ്കാരം ഖളാ വീട്ടാനുണ്ട്, എനിക്കിനി സുന്നത്ത് പാടില്ല, എനിക്ക് ഹറാമ, ഞാൻ പോവാണ്. നീ പോവല്ല, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് ഖളാ വീട്ടിക്കോ, സുബഹി ഖളാ വീട്ടിക്കോ. 4 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ളുഹർ ഖളാ വിട്ട്, ഓരോ ളുഹറിൻ്റെ കൂടെ ഒരു ളുഹർ, അസറിൻ്റെ കൂടെ ഒരു അസർ. ചിലർ പറയും കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഒക്കെ വെറുതെ പറയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ട ഈ പണി ചെയ്യാതെ 4 ദിവസം കഴിഞ്ഞു പോയി, ആ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വിടുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് പിന്നെ പറയാം, ആരോ പറഞ്ഞു പിന്നെ ഖളാ കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകണ്ടേ, കുടുങ്ങിപ്പോകും, പാലത്തുമ്പോൾ കുടുങ്ങിപ്പോകും. ഒരു ബ്രിഡ്ജ് കിടക്കാനുള്ള ആളുകളാണ് നമ്മൾ. സിറാത്ത്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അവർ പറഞ്ഞതിന് അവർ തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം പറയും ബുഖാരി ഇമാമിന്റെ ഹദീസിലുണ്ടല്ലോ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹന്റെ റിവായത്ത്, റസൂലുള്ളാഹി തങ്ങൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു എന്ന് പറയുന്ന ഹദീസിന്റെ ആശയം എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനവും നോക്കാതെ മുമ്പരെന്തോ പറയും, ഹദീസ് ഇതാ പേജ് നമ്പർ ഇതാ, ഇത് സ്വഹീഹുൽ ബുഖാരിയാണ്, ഇതിനെതിരാപ്പി പറയുന്നത് 20. പൊന്നു ചങ്ങാതി, ഈ ഹദീസും ഇതിനപ്പുറമുള്ള ഹദീസും കണ്ടവരാണ് ഇമാം മാലിക് എന്നവരും ഇമാം ഷാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ എന്നവരും. ഹദീസ് ബുഖാരി ഇമാമ വരുന്ന തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും കാലശേഷമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പറഞ്ഞ വിഷയത്തിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് വസ്വാസ് ഉണ്ടാക്കി എല്ലാ കൊല്ലുണ്ട്. ഈ റമദാനും കണ്ടല്ലോ, ഒരു ചങ്ങാന്റെ വീഡിയോ വന്നിരുന്നു, ഒരു ഉസ്താദ് എന്തോ ഒരു പണ്ഡിതനാന്ന് തോന്നുന്നു, വേഷത്തിൽ ബുഖാരി ഇമാമിന് ബുഖാരിയൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ സാധുക്കളും മനുഷ്യന്മാരും ചോദിക്കുന്നു, അല്ലോ ബുഖാരി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടാണോ പോയി കളിക്കുന്നത്? വിവരമില്ലാത്തത് കൊണ്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസല്ല, അതിനോടനുബന്ധമായ 100 കണക്കിന് സംഭവങ്ങളെ ഹദീസുകളെ പഠിച്ചതിന് ശേഷമാണ് 4 ഇമാമിങ്ങളും തറാവീഹ് 20 എന്ന് പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞതില്? റമളാനിലും അല്ലാത്തപ്പോഴും. ഇപ്പൊ തന്നെ മനസ്സിലായി, റമളാനിലെ തറാവീഹിനെ കുറിച്ചല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അല്ലെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ മഹദിക്ക് അറിഞ്ഞ വിഷയം അത്രയേ ഉള്ളൂ. കാരണം റമളാനിലും അല്ലാത്തപ്പോഴും പറഞ്ഞില്ലേ, റമളാനിലല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടാ? തറാവീഹിന്റെ ബാബിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് പണ്ഡിതന്മാർ അവരെന്താണോ അവർക്ക് ലഭിക്കുന്ന ഹദീസ് സ്വഹീഹായി ലഭിക്കുന്നത്, ഹസനായി ലഭിക്കുന്നത്, അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്, ആ ഹദീസ് അവർ ഉദ്ധരിക്കും. പക്ഷേ മസ്അല പറയുന്നത് ഹദീസ് പണ്ഡിതന്മാരല്ല, മസ്അല പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ. അവർക്കത് ഇടപെടാൻ കഴിയൂ. അവര് പറയും 20 റക്അത്താണ്, പിന്നെ എങ്ങനെയാ നിഷേധിക്കുക? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇമാം ഷാഫിഈ തങ്ങൾ ഇവിടെ ആ മനുഷ്യനോട് പറയാൻ, ഞാൻ അള്ളാന്റെ റസൂൽ ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോ നിങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് ചോദിക്കേ. എന്ത് ചോദ്യമാണ്? ഞാനെന്താ മുസ്ലിമല്ലെന്നാണോ നീ വിചാരിച്ചത്? ഭയങ്കര ചോദ്യമല്ലേ ആ ചോദിച്ചത്.
അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷമാണ് തറാവീഹിന്റെ റക്അത്ത് 20 ആണെന്ന് 4 മദ്ഹബിന്റെ ഇമാം. ഇപ്പൊ ഈ കൊറോണ വരെ മസ്ജിദുൽ ഹറാമിൽ 20 റക്അത്തല്ലേ നിസ്കരിച്ചത്. മക്കത്തും മദീനത്തും എല്ലാം വായിച്ചാ നിങ്ങൾ പോകുന്നല്ലേ, നമ്മളൊക്കെ പോകുന്നല്ലേ. റമദാനിൽ 20, കൊറോണ വന്നപ്പോ 10 റക്അത്ത് 8 അള്ളാഹ് കാത്ത് 10 പിന്നെ 3 ആയി. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് ഹറമിലേക്ക് നോക്കൂ, തറാവീഹ് 10 എന്ന് പറയാൻ തുടങ്ങും. അവിടെ 20 1400 കൊല്ലം 20 1400 കൊല്ലം 20. ഇപ്പൊ 2 കൊല്ലം മുമ്പാണ് ഇത് 10 ആക്കിയത്. കൊറോണ സമയത്ത് ആളുകളുടെ ഒരുമിച്ച് കൂടുന്ന ടൈം കുറക്കാൻ വേണ്ടി കുറെ സമയം ഒരുമിച്ച് ആളുകൾ നിൽക്കണ്ടല്ലോ, അതിന് ഹെൽത്ത് ഹസാർഡ് വരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്തുകൊണ്ടോ അവരത് ഇപ്പൊ അങ്ങ് തുടർന്നു കൊണ്ടുപോകും. ചിലപ്പോൾ മാറ്റിയേക്കാം. അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ബുഖാരി ഇമാമിന്റെ ഹദീസ് എടുത്ത് കാണിച്ച മൂലയിൽ കാണില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 1400 കൊല്ലം 20 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ. അപ്പൊ അവർക്ക് ബുഖാരി ഇമാമിന്റെ ഹദീസ് ഒന്നും കണ്ടിട്ടില്ല. അവര് സൗദി പണ്ഡിതന്മാർക്ക് എന്തൊന്നും കാണാത്തതുകൊണ്ടാണോ? അതും ചോദിക്കണ്ടേ അവിടെ. ഓരോന്നും കണ്ടിട്ടില്ല ഈ ഹദീസ്. ബുഖാരി ഇമാമ് സ്വലാത്തു തറാവീഹിൽ ആയിഷ ബീവിന്റെ ഈ ഹദീസ് 8 റക്അത്ത് + 3 11 നിസ്കരിച്ചു എന്ന് പറയുന്നത് അവരാരും കാണാത്തത് കൊണ്ടാണോ ഇത്രയും കാലം നിസ്കരിച്ചത് 20? 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ചില്ലറക്കാരല്ല. അവർ പറയുന്നത് ദീനാണ്. അവർ പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല. അവർ പറയുന്നത് ഹദീസും ഖുർആനുമാണ്. പക്ഷെ നമുക്ക് പോലും വിശദമായി ഗഹനമായി പഠിക്കാൻ ആക്സസ് ഇല്ലാത്ത വിഷയം അവരുടെ അഗാധമായ അറിവിന്റെ വെളിച്ചത്തിൽ അവർ പഠിച്ചെടുത്തു. അത് സമൂഹത്തോട് പറഞ്ഞെടുത്തു. ലോകം അതിനെ അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരെ പറയുന്നുള്ളൂ. ലോകത്ത് മുസ്ലിമീങ്ങളിൽ 95% എന്ന് ഞാൻ പറയട്ടെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ ഈ ഒരു ഒച്ചപ്പാട്. ഒന്നും വേണ്ട, ഞങ്ങൾ മുസ്ലിമാണ്, ഷാഫി ഹനഫി അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല, ഞാൻ മുസ്ലിമാണ്. നല്ല രസമുള്ള കേൾക്കാൻ രസമുള്ള വാക്കാണത്. പക്ഷെ അറിവില്ലായ്മയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഇമാം ഷാഫി ഞങ്ങൾ മുസ്ലിം അല്ല എന്നാണ് അവർ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ബുഖാരി ഇമാമിന്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സാധാരണക്കാരെ എന്ത് ചെയ്യണ്ട, ബുദ്ധിമുട്ടിലും വസ്വാസിലും ആക്കരുത്. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ വിധി പറയും. നമുക്ക് വിധി പറയാൻ കഴിയില്ല. കാരണം അതിനിപ്പുറത്ത് വേറെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വരും. തമീമുദ്ദാരി തങ്ങൾ നിസ്കരിച്ചത് 20 ആണെന്ന് പറയുന്ന റിവായത്തിന് എന്ത് ചെയ്യപ്പോ ഉമർ തങ്ങൾ നബി തങ്ങൾ ചെയ്യാത്ത ഉമർ തങ്ങൾ ചെയ്യോ? നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്ത സ്വഹാബിമാർ ഉമർ എന്നവരെ വെച്ചേക്കോ അവിടെ? അപ്പൊ ഉമർ തങ്ങൾ 20 എവിടുന്ന് തെളിവ് കിട്ടി? ഹബീബായ നബി തങ്ങൾ ചെയ്തത് സ്വഹാബികൾ കണ്ടത് അവരറിഞ്ഞത് ആ അറിവിൽ നിന്നാണ് ഉമർ എന്നവര് തമീമുദ്ദാരി തങ്ങളെ ഇമാം നിർത്തി 20 റക്അത്ത് നിസ്കരിപ്പിച്ചത്. തീരല്ലേ എന്നാണ് ആഗ്രഹം. അല്ലാത്തവര് തറാവി എവിടെയാ എണ്ണം കുറവ്, എവിടെയാ വേഗം തീരുക എന്ന് പറഞ്ഞു ഓടി നടക്കും അല്ലേ. ഇനി റമദാൻ മാസമായ വെറുതെ ചർച്ച വരും. അത് 8 ആണോ 20 ആണോ ഉണ്ടല്ലോ. റബീഉൽ അവ്വൽ വന്ന വേറെ ചർച്ച ഉണ്ടാവും. റമദാൻ വരുമ്പോ ചർച്ച വരും. ബറാത്ത് രാവിലെ നോമ്പുണ്ടോ ഇല്ലേ, ഇല്ല എന്ന് പറയാനൊരു കൂട്ടരും ഉണ്ട് എന്ന് പറയാനൊരു കൂട്ടരും, അങ്ങനെ തർക്കം. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴും നിർക്കൊന്നുമില്ല. പഴയത് കിട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അതൊരു അസുഖമാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അത് 20 റക്അത്താന്ന് പറഞ്ഞു അല്ലെ. സൗകര്യമുള്ള നിസ്കരിക്കുക ഇല്ലേ? ഇന്നെ കൂടെ 20 പറ്റൂല, പറ്റുന്നില്ലേ, പോയി കടന്നുറങ്ങിക്കോ, നിർബന്ധമൊന്നല്ലല്ലോ. പക്ഷെ അത് 20 അല്ല എന്ന് പറയാൻ നിൽക്കണ്ട, അത് 20 ആണ് എന്ന് നമ്മളെക്കാളും ഇവരെല്ല 4 മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാ. പിന്നെ നമ്മൾ ആയിഷ ബീവിന്റെ ഹദീസ് എന്ന് പറഞ്ഞു വരണ്ട, അവരതും അതിനപ്പുറം കണ്ടവരാണ് അല്ലേ. എന്നിട്ട് വെറുതെ എന്ത് ചെയ്യാ, ഇങ്ങനെ തർക്കിക്കുക. ഈ തർക്കിക്കുന്നവരാരെങ്കിലും തറാവിസ്കരിക്കാൻ പോകുന്നുണ്ടാവോ? ഒരു പോകണമെന്നുണ്ടാവല്ലോ. ഓല് ഇങ്ങനെ എപ്പോഴും വീഡിയോ ഉണ്ടാക്കിയിരിക്കുക, ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുക ചെയ്യുള്ളൂ. ഓരത് പോകുന്നില്ല. ഇത് ഫസാദാക്കൽ തന്നെ ഉദ്ദേശം. ആനന്ദം തോന്നുന്നുണ്ടോ? അത് പൂർണ്ണമായ ഇബാദത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അല്ലാത്തവൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പും. ആനന്ദം പടച്ചവനോട് തോന്നണം. ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ തലചായ്ക്കുകയാണ്, ഇതെന്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന എന്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും രണ്ടാണ് അല്ലെ. നിസ്കാരം ഫർളാണ്. ഒരാൾ പറയും എനിക്കിപ്പം നിസ്കാരം ഫർളൊക്കെ തന്നെയാണ്, എന്നെക്കൊണ്ട് അത് ആവണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനായ ആസുയായ ഒരു മുഅ്മിനാണെന്ന് പറയും. നേരെ മറിച്ച് അയാൾ പറയാ ഇത് നിർബന്ധമെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ കാഫിറാണെന്ന പിന്നെ ശർഅ് പറയാം, അയാൾ മുസ്ലിമല്ല. നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് ഓർത്തു. നിഷേധിക്കണമെന്നില്ല, അയാളെ കൊണ്ട് പറ്റൂല എന്നാ പറയണത്, ആള് തെറ്റുകാരനാണ്.
ഗുരുതരമായ തെറ്റ ചെയ്ത്. പക്ഷെ മുഅ്മിനല്ലേ? മുഅ്മിനാണ്. എന്തുകൊണ്ട്? ആ അംറിനെ, ആ ഹുക്ം അംഗീകരിച്ചു. അതുകൊണ്ടാണ് നിഷേധിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോയാൽ മതി. ചെയ്യുന്നവരോട് എന്ത് ചെയ്യരുത്? വസ്വാസം ഉണ്ടാക്കരുത്. അത്രേ പറയാനുള്ളൂ. ഇനി എല്ലാ കൊല്ലം ഇങ്ങനെ വരും ഓരോരോ ചർച്ചകളായിട്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാ